എന്താണ് പ്രോക്സീസ്? പ്രോക്സികളെ രണ്ടായിട്ട് തിരിക്കാം. എന്തിൻ്റെ ബേസിലാണ്? ആരുടെ കൂടെ നിൽക്കുന്നു എന്നതിനെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അത് ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കും, ചിലപ്പോൾ സെർവറിൻ്റെ കൂടെ നിൽക്കും. ഞാൻ ഒരു കഥ പറയാം. അപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് ഒരു പത്രത്തിൽ കണ്ടു, പരസ്യം കണ്ടു, നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്തു, ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്ന ആളെ വിളിച്ചു. അയാൾ നിങ്ങൾ തമ്മിൽ കച്ചവടം നടന്നത് നിങ്ങൾ തമ്മിലാണ്, രണ്ടുപേരും തമ്മിൽ. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് പോയി നോക്കാനോ നിങ്ങൾക്ക് വിളിക്കാനോ സമയമില്ല. ആസ് എ ക്ലയൻറ്റ്, നിങ്ങൾ ക്ലയൻ്റ് ആണെന്ന് വെച്ചോ, നിങ്ങൾക്ക് വിളിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് പത്രത്തിൽ നോക്കാൻ പാടില്ല. നിങ്ങൾ പറയുകയാണ്, ഒരു തൊട്ടടുത്തൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ അടുത്ത് പറയുകയാണ്, എനിക്കൊരു വീട് വേണം, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരണം, എൻ്റെ റിക്വയർമെൻറ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് അയക്ക് കൊടുക്കുകയാണ്. പിന്നെ അയാൾ ചെയ്തെന്താണ്, നിങ്ങളുടെ ബിഹാഫിൽ, അതായത് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾ ഇനി കച്ചവടം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്കിനി ഒരു പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ പരസ്യങ്ങൾ നോക്കി നടക്കും. അയാൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയും, വേണ്ട എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ് ആ പറഞ്ഞ ബ്രോക്കർ. അയാളെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് പ്രോക്സി. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങളുടെ ബിഹാഫിൽ ഫോർവേഡ് ചെയ്യുന്നു. അതുപോലെ മെയിൽ ഫോർവേഡിംഗ് ഉണ്ട്. നിങ്ങൾ നേരത്തെ നിന്ന വീട്ടിൽ നിങ്ങൾ താമസം മാറി. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഓണറടുത്ത് പറയാണ്, എനിക്ക് വരുന്ന കത്തുകൾ എൻ്റെ വേറൊരു അഡ്രസ്സ് ഞാൻ തരാം, അതിലേക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബിഹാഫിൽ, അതായത് ക്ലയൻറ്റിൻ്റെ ബിഹാഫിലാണ് ആ പറഞ്ഞ പ്രോക്സി വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് പറഞ്ഞ ഫോർവേഡ് പ്രോക്സി എന്ന് വിളിക്കുന്നത്.